welcome to the new session of Learn by MMT004 Block 1 Fundamentals of Computer Graphics in the Unit 1 ആണ് Basics of Input Output Devices. അതിലെ Part 1 സെഷൻ ആണ്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെയുള്ള ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡ് ആപ്ലിക്കേഷൻസ്, അതായത് ഐഡന്റിഫൈ മേജർ ഏരിയാസ് ലൈക്ക് CAD, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ വേർ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആർ യൂസ്ഡ്. ദെൻ എക്സ്പ്ലെയിൻ ഡിസ്പ്ലേ ടൈപ്പ്, അതായത് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് CRT മോണിറ്റർ ഇൻക്ലൂഡിംഗ് ഇലക്ട്രോൺ ഗൺസ്, ഫോസ്ഫറസ് ആൻഡ് deflection system. Then compare scanning methods, differentiate between raster scan and random scan, display technologies. Then master technical terms like define key concepts like persistence, resolution, aspect ratio, interlacing and frame buffers. Then perform calculations, calculate frame buffer size and total reference time based on resolution definition. ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ കാര്യമാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്ന പോർഷൻസ് എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്, CAD, movies, visualization, then video display devices like CRT, raster versus random, then color, then technical calculations and input and hard copy. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിന്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രായോഗിക ഉപകരണമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ വിവിധ മേഖലകളിൽ ഇതിന്റെ ഉപയോഗം വളരെ വലുതാണ്. ഇത് ഉപയോഗിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? സയൻസസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ദെൻ ബിസിനസ്, ഇൻഡസ്ട്രി, ആർട്ട്, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ, അങ്ങനെ വിശാലമായ ഉപയോഗങ്ങൾ കാരണം ഇത് വിപുലമായ ശ്രേണിയിലുള്ള ഗ്രാഫിക്സ് ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും സിസ്റ്റങ്ങളും ലഭ്യമാണ്. അപ്പൊ കമ്പ്യൂട്ടറുകളിലെ ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള ഇൻപുട്ട് ഡിവൈസുകളും ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ പാക്കേജുകളും ഉപയോഗിക്കുന്നുണ്ട്. ഈ യൂണിറ്റിലൂടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ അടിസ്ഥാന സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമ്മൾ ഗ്രാഫിക് ഒബ്ജക്റ്റ് ആയ ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പൊ ടെലിവിഷൻ പരസ്യങ്ങളില് ഒരു രൂപം മറ്റൊരു രൂപമായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് ഓടുന്ന ഒരു ചീറ്റപ്പുലി കാറിന്റെ ടയറായിട്ട് മാറുന്നത്, അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സില് മോർഫിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ അവതാർ പോലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതില് തുടങ്ങിയ ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകള് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ വളരെയധികം ആശ്രയിക്കുന്നവയാണ്. കൂടാതെ കെട്ടിടങ്ങളുടെ പ്ലാനുകള്, എലിവേഷനുകള്, പിന്നെ വാക്ക് ത്രൂ എന്നിവയിലെല്ലാം ഇതില് ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ പിക്ചർ കാണിച്ചു പോയിരിക്കുന്നത് പോലെ തന്നെ ഒരു ഇമേജിൽ നിന്ന് മറ്റൊരു ഇമേജിലേക്ക് മാറുന്നതിനെയാണ് മോർഫിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് മോർഫിംഗ് എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നോക്കാം. ഡിസൈൻ ആൻഡ് എന്റർടൈൻമെന്റില് ഫസ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്നത്. CAD, ഫുൾ ഫോം ഓർത്ത് വെച്ചേക്ക. CAD മനോഹരമായ ചിത്രങ്ങളും രംഗങ്ങളും ഒക്കെ സൃഷ്ടിക്കാൻ ആധുനിക കലയിലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പെയിന്റ് ബ്രഷ് പ്രോഗ്രാമുകൾ ഇതിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ കെട്ടിടങ്ങള്, ഓട്ടോമൊബൈലുകള്, വിമാനങ്ങള് എന്നിവ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ടൂളിനെയാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ അഥവാ CAD എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ, ഡിസൈൻ ബിൽഡിംഗ്സ്, ഓട്ടോമൊബൈൽസ്, എയർക്രാഫ്റ്റ് എക്സെട്ര. യൂസസ് വയർ ഫ്രെയിം ഡിസ്പ്ലേ ടു ഷോ ഇന്റേണൽ സ്ട്രക്ചർ. എന്താണ് ഒരു ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ വയർ ഫ്രെയിം മോഡൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരു കാറിന്റെ ഫിഗർ നമ്മുടെ യൂണിറ്റില് ഹാർഡ് കോപ്പിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാറിന്റെ വയർ ഫ്രെയിം മോഡല് ഒരു പ്രത്യേക രൂപം സൃഷ്ടിക്കുന്നതിനും പിന്നെ ഇന്റീരിയറിലെ ദൃശ്യവൽക്കരിക്കുന്നതിനും അന്തിമ രൂപകൽപ്പനയ്ക്ക് മുമ്പ് അതിന്റെ ഭാരം കണക്കാക്കുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള മോഡലുകൾ വിശകലനം ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ദെൻ അലോ വ്യൂവിംഗ് ഒബ്ജക്ട്സ് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. ആ ഒരു ഒബ്ജക്റ്റിനെ ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് വ്യൂ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഈ ഒരു സാങ്കേതിക വിദ്യ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് പ്രസന്റേഷൻ ഗ്രാഫിക്സ്. ഇതെന്താണ്? റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും പ്രൊജക്റ്റുകൾക്കൊപ്പം സ്ലൈഡുകൾ ഉണ്ടാക്കുന്നതിനും പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഗണിതശാസ്ത്രപരമായും ശാസ്ത്രീയവുമായ വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന PPT ഉണ്ടല്ലോ, അത് തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയാലോ.
then summarizing financial, statistical or economical data, generating slides, transparencies and reports. Example ആണ് ബാർ ചാർട്ട്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട് ഇവയെല്ലാം. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങില് വിദ്യാഭ്യാസത്തിലും പരിശീലന മേഖലകളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ആർട്ടില്, അതായത് കൊമേഴ്ഷ്യൽ ആൻഡ് ഫൈൻ ആർട്സിൽ സോഫ്റ്റ്വെയർ ലൈക്ക് പെയിന്റ് ബ്രഷ് പാക്കേജസ്, CAD സോഫ്റ്റ്വെയർ ഇൻക്ലൂഡിങ് അനിമേഷൻ ആൻഡ് മോർഫിംഗ് ടെക്നിക്സ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, മോർഫിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ആർട്ടിൽ. ദെൻ എന്റർടൈൻമെന്റിൽ വരുമ്പോൾ മൂവീസ് ആൻഡ് എന്റർടൈൻമെന്റ് പറയുമ്പോൾ എന്താണ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സിനിമകളിലും TV പ്രോഗ്രാമുകളിലും ഒക്കെ പരസ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ദെൻ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മനുഷ്യരും യന്ത്രങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ ഒക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയാം. കമ്പ്യൂട്ടർ ഗെയിമുകൾ പൂർണ്ണമായും അനിമേഷനുകളെയും സിമുലേഷനുകളെയും ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദെൻ മോഷൻ പിക്ചേഴ്സ്, മ്യൂസിക് വീഡിയോസ്, TV ഷോസ്, ദെൻ സ്പെഷ്യൽ എഫക്ട്സ് ആൻഡ് അനിമേഷൻസ്, ഇന്ററാക്റ്റീവ് ഗെയിംസ്, ഇതിലൊക്കെ എന്റർടൈൻമെന്റിലൊക്കെ ഈ ഗ്രാഫിക്സ് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വരുമ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ സാമഗ്രികളില് പ്രത്യേകിച്ച് പ്രാഥമിക തലത്തില് ഗ്രാഫിക്സും അനിമേഷനുകളും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പ്രൈമറി സ്റ്റേജസിലൊക്കെ. ഇപ്പം എയർ ട്രാഫിക് കൺട്രോള്, ഫ്ലൈറ്റ് സിമുലേഷന്, കപ്പൽ നാവിഗേഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ പരിശീലനം നൽകാൻ ഇത് വളരെ അധികം ഉപയോഗിക്കുന്ന കാര്യമാണ്. ഓട്ടോമേറ്റഡ് കാർ സിമുലേഷനിലെ സിമുലേറ്ററുകൾ വിഷ്വൽ ഓപ്പറേഷൻ ആയിട്ട് ഗ്രാഫിക് സ്ക്രീനുകളാണ് നൽകുന്നത്. ദെൻ വിഷ്വലൈസേഷനിലാണെങ്കിൽ വിഷ്വലൈസിങ് സയന്റിഫിക്, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ഡേറ്റ, അനലൈസിങ് ലാർജ് ഡേറ്റ സെറ്റ്സ് ടു ഫൈൻഡ് പാറ്റേൺസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് ഡേറ്റ സെറ്റ്സിൽ നിന്ന് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ വെതർ മാപ്സ്, മോളിക്കുലർ സ്ട്രക്ചർ ഒക്കെ പറയാം. ദെൻ ഇമേജ് പ്രോസസ്സിംഗിലാണെങ്കിൽ എന്താണ്, ഇംപ്രൂവിങ് പിക്ചർ ക്വാളിറ്റി ആൻഡ് അനലൈസിങ് ഇമേജസ്, പിക്ചർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇമേജസിനെ അനലൈസ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ടെക്നിക്സ് ഏതൊക്കെയാണ്, എൻഹാൻസ്മെന്റ്, എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ഉദാഹരണങ്ങളായിട്ട് പറയാം. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ എക്സ്റേസില്, ദെൻ ടോമോഗ്രാഫി, അൾട്രാസൗണ്ട് സ്കാൻസിലൊക്കെ ഈ ഒരു ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അഥവാ GUI, ഈ എബ്രിവേഷൻസ് ഒക്കെ നോക്കി വെക്കുക. മുൻകാലങ്ങളിലെ കമാൻഡ് ലൈൻ ഇന്റർഫേസുകൾ, അതായത് CLISകളാണ് ഉപയോഗിച്ചിരുന്നത്. ഉദാഹരണമാണ് ലാറ്റക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇത് ഇന്ന് സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ ലഭ്യമാണ്. അപ്പൊ ഒരു GUIയിലെ വിൻഡോകളും ചെറിയ ഐക്കണുകളും അടങ്ങിയിരിക്കുന്നവയാണ്. അപ്പൊ അവ മൗസ് ക്ലിക്കിലൂടെ നമുക്ക് പ്രവർത്തിക്കാം വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഉദാഹരണത്തിനാണ് കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ദെൻ കോഡ് ബ്ലോക്സ്, GUI, വിൻഡോകളും ഐക്കണുകളും അടങ്ങിയ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന് ഉദാഹരണമായിട്ട് പറയാം. ഇവയാണ് പ്രധാന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസിലേക്ക് കിടക്കുവാണ്. CRT മോണിറ്റർ ആണ് പറയുന്നത്. എന്താണ്, ഗ്രാഫിക്സ് ഡിസ്പ്ലേ ഡിവൈസുകളുടെ ഒരു കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്പ്ലേ സാങ്കേതിക വിദ്യകളുടെ ഘടനയും പ്രവർത്തനമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു ഗ്രാഫിക്സ് സിസ്റ്റത്തിലെ പ്രധാന ഔട്ട്പുട്ട് ഉപകരണം സാധാരണയായിട്ട് ഒരു വീഡിയോ മോണിറ്റർ ആണ് അല്ലെ, നമ്മുടെ ഔട്ട്പുട്ട് ഉപകരണം എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഉപകരണം എന്ന് വെച്ചാൽ നമ്മൾ കാണാൻ വിഷ്വലി ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ടിലേക്ക് പുട്ട് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. അപ്പൊ ഒരു വീഡിയോ മോണിറ്ററിന്റെ പ്രവർത്തനം സാധാരണ കാഥോഡ് റേ ട്യൂബ് അഥവാ CRT രൂപകൽപ്പന അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരു CRTയുടെ അടിസ്ഥാന ഡിസൈൻ ആണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത് ഒരു ടെലിവിഷൻ സ്ക്രീനുകളുടെ പ്രവർത്തനത്തിന് സമാനമായിട്ടാണ് പറയുന്നത്. ഇതിന്റെ പ്രധാന ഭാഗങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് നോക്കാം. ഇതിനകത്തൊരു ഇലക്ട്രോൺ ഗൺ ഉണ്ട് അല്ലെ, ഇലക്ട്രോൺ ഗണ്ണ് കണ്ടോ നിങ്ങള്, എവിടെയായിട്ട് വരുമെന്ന് കണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ ഗൺ എന്നാണ്, ഇതിൽ നിന്നാണ് ഇലക്ട്രോൺ ബീം പുറപ്പെടുന്നത്. ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസസ് എ ബീം ഓഫ് ഇലക്ട്രോൺസ്, അത് കാഥോഡാണ്. ദെൻ ഫോക്കസിംഗ് സിസ്റ്റം കണ്ടോ, ഫോക്കസിംഗ് സിസ്റ്റം എവിടെയാണ്, ഇതാണ് നമ്മുടെ ഫോക്കസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, ഇലക്ട്രോൺ ബീം കടന്നു പോകുന്ന സംവിധാനമാണ് ഫോക്കസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കോയിൽ എന്താണ്, മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീമിനെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വിടാനാണ് ഈ ഒരു മാഗ്നറ്റിക് കോയില് സഹായിക്കുന്നത്. ദെൻ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീന്, എന്താണ് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ, എന്താണ് ഈ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീന്, ഇലക്ട്രോൺ ബീം വന്ന് പതിക്കുന്ന സ്ഥലമാണ് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ബീം കടത്തി വിട്ട് ഇതിലേക്കൂടെ പോയി ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് പതിക്കുന്നതാണ്
ഇതിന്റെ പ്രവർത്തനം എന്ന് നമുക്ക് പറയാം ചുരുക്കത്തിൽ. എന്നാലും നമുക്ക് ഒന്ന് വിപുലമായിട്ട് നോക്കാം. ശ്രദ്ധിച്ച് എഴുതുക. ഇലക്ട്രോണുകളിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോൺ ബീം ഫോക്കസിംഗ് സിസ്റ്റത്തിലൂടെ ഒരു മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കോയിലിലൂടെയും കടന്നു പോകുന്നു. എന്നിട്ട് സ്ക്രീനിൽ ആവശ്യമുള്ള സ്ഥലത്ത് അടിക്കാനായിട്ട് മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ ഇലക്ട്രോൺ ബീമിനെ വളയ്ക്കുന്നു. ഇവിടെ ഇത് കാരണമാണ് ഈ ഒരു ആവശ്യമുള്ള സ്ഥലത്തേക്ക് വളഞ്ഞ് വരുന്നത്, ഈ ഒരു മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കോയിൽ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇലക്ട്രോൺ ബീം വന്ന് പതിക്കുന്ന ഫോസ്ഫർ കോട്ടിംഗ് സ്ക്രീനിലെ ഭാഗം അവിടെ തിളങ്ങാൻ തുടങ്ങും. അപ്പൊ ഈ പ്രകാശത്തിന്റെ കേന്ദ്രഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെളിച്ചം കാണുന്നത്. ഈ തെളിച്ചം എന്താണ്, ഗയേഷൻ ഡിസ്ട്രിബ്യൂഷനെ കുറയ്ക്കുന്നു. അതായത് പ്രകാശിക്കുന്ന ഭാഗത്തിന്റെ മധ്യഭാഗത്ത് ഫോസ്ഫർ ആറ്റങ്ങളുടെ എനർജി നില ഏറ്റവും ഉയർന്നതായിരിക്കും. അത് ചുറ്റുമുള്ള ആറ്റങ്ങളിലേക്ക് ക്രമേണ വ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ഇലക്ട്രോണുകളിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോൺ ബീം ഫോക്കസിംഗ് സിസ്റ്റത്തിലൂടെയും പിന്നെ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കോയിലൂടെയും കടന്നു പോകുന്നു. സ്ക്രീനിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അടിക്കാനായിട്ട് ഈ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ കോയിൽ ഇലക്ട്രോൺ ബീമിനെ വളയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ബീം വന്ന് പതിക്കുന്ന ഫോസ്ഫർ കോട്ടിംഗ് സ്ക്രീനിലെ ഭാഗം തിളങ്ങാൻ തുടങ്ങും. അപ്പൊ ഈ പ്രകാശത്തിന്റെ കേന്ദ്രഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെളിച്ചം കാണുന്നത്. ഈ തെളിച്ചം ഗയേഷൻ ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കാൻ കാരണമാകും. അതായത് ഒരു ലൈറ്റിന്റെ പ്രകാശിക്കുന്ന ഭാഗത്തിന്റെ സെന്റർ ഭാഗത്ത് ഫോസ്ഫർ ആറ്റങ്ങളുടെ എനർജി നില ഏറ്റവും ഉയർന്നതായിരിക്കും. അത് ചുറ്റുമുള്ള ഭാഗങ്ങളിലേക്ക് ആറ്റങ്ങളിലേക്കൊക്കെ ക്രമേണ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റീഫ്രഷ് CRT എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എനിക്ക് ടോപ്പില് റീഫ്രഷ് കാഥോഡ് റേ ട്യൂബ് എന്നാണ് പറഞ്ഞത്. എന്താണ്, ഒരു സാധാരണ CRTയിൽ കാണിക്കുന്ന ചിത്രം വളരെ നേരം സ്ക്രീനിൽ നിലനിൽക്കില്ല. അപ്പൊ ചിത്രം കൂടുതൽ നേരം ദൃശ്യമായി നിലനിൽക്കാന് ഇലക്ട്രോൺ ബീം ഒരേ പോയിന്റുകളിലേക്ക് വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ഉപകരണങ്ങളെയാണ് റീഫ്രഷ് CRT എന്ന് വിളിക്കുന്നത്. CRTയുടെ കീ ടേംസ് ആണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പെർസിസ്റ്റൻസ് എന്താണ്? സ്ക്രീനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പ്രകാശം അതിന്റെ പരമാവധി തീവ്രതയുടെ 1/10 ഭാഗമായി കുറയാൻ എടുക്കുന്ന സമയത്തെയാണ് പെർസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. The time it takes for the emitted light from the screen to decay to 1/10 of its original intensity. സ്ക്രീനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പ്രകാശം അതിന്റെ പരമാവധി തീവ്രതയുടെ പരമാവധി ഇന്റൻസിറ്റിയുടെ 1/10 ഭാഗമായി കുറയാൻ എടുക്കുന്ന സമയത്തെ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? സ്ക്രീനിലെ ഒരു പിക്സൽ തിളങ്ങി നിൽക്കാൻ അത് മങ്ങിപ്പോകുന്നതിന് മുൻപ് ഇലക്ട്രോണുകൾ വീണ്ടും ആ ഭാഗത്ത് അടിക്കണം. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ റീഫ്രഷിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീഫ്രഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ കണ്ണ് മങ്ങുന്നത് അറിയുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്യണം. അപ്പൊ റീഫ്രഷ് CRT മോണിറ്ററുകളിൽ മുഴുവൻ സ്ക്രീൻ ഫ്രെയിമും സെക്കൻഡില് എത്രയാ 30 to 60 തവണ വരെ റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ഇതിനെ റീഫ്രഷ് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ റീഫ്രഷ് റേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് ടൈംസ് പെർ സെക്കൻഡ് ദ ഇമേജ് ഈസ് റീഡ്രോൺ ടു മെയിൻറ്റെയിൻ ദ പിക്ചർ. ഇപ്പൊ പെർസിസ്റ്റൻസിൽ പറഞ്ഞു, ലോവർ പെർസിസ്റ്റൻസ് എന്തിനൊക്കെയാണ്? ഗുഡ് ഫോർ ആനിമേഷൻസിന്. ഹയർ പെർസിസ്റ്റൻസ് ആണെങ്കിൽ ഗുഡ് ഫോർ സ്റ്റാറ്റിക് കോംപ്ലക്സ് ഡിസ്പ്ലേസ്, അതായത് റെഡ്യൂസ്ഡ് ഫ്ലിക്കേഴ്സ് ഒക്കെ കുറയ്ക്കാൻ ഹൈ പെർസിസ്റ്റൻസ് സഹായിക്കും. അപ്പം കുറഞ്ഞ പെർസിസ്റ്റൻസ് ഉള്ള ഫോസ്ഫറുകൾക്ക് ഉയർന്ന റീഫ്രഷ് റേറ്റ് ആവശ്യമാണ്. അപ്പൊ അവ ആനിമേഷനുകൾക്കായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോണിറ്ററുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹൈ പെർസിസ്റ്റൻസ് ഉള്ളവയ്ക്ക് കുറഞ്ഞ റീഫ്രഷ് റേറ്റ് മതിയാകും. അതുകൊണ്ട് ഇവ CAD CAM പോലുള്ള CAD എന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ മാനുഫാക്ചറിങ് CAM പോലുള്ള സങ്കീർണമായ നിശ്ചല ചിത്രങ്ങൾ കാണിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് റെസൊല്യൂഷൻ. എന്താണ്? ഒരു ഡിസ്പ്ലേ ഉപകരണത്തിന് ഒരേ സമയം കാണിക്കാൻ കഴിയുന്ന പിക്സലുകളുടെ എണ്ണത്തെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഓരോ ചെറിയ യൂണിറ്റിനെയും നമ്മൾ പിക്സൽ എന്ന് വിളിക്കുന്നു. പിക്സലിന്റെ ഫുൾ ഫോം എന്താണ്? പിക്സൽ എന്ന് വെച്ചാല് പിക്ചർ എലമെന്റ് എന്നാണ്. പിക്സൽ എന്ന് പറഞ്ഞാല് സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പൊ ഒരു ഡിസ്പ്ലേ ഉപകരണത്തിൽ ഒരേ സമയം കാണിക്കാൻ കഴിയുന്ന പിക്സലുകളുടെ എണ്ണത്തെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ചെറിയ യൂണിറ്റിനെയും നമ്മൾ പിക്സൽ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഒരു മോണിറ്ററിന് ഒരു റോയില് 1024 പോയിന്റുകളും ആകെ
768 റോസും കാണിക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ റെസൊല്യൂഷനെ നമ്മൾ എങ്ങനെ പറയാം? റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1024 ഇൻറ്റു 768 ആണ് അതിന്റെ റെസൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ റെസൊല്യൂഷൻ കൂടുന്തോറും പിക്സലിന്റെ വലിപ്പം കുറയുവാണ് ചെയ്യുന്നത്. ദെൻ ആസ്പെക്ട് റേഷ്യോയിലേക്ക് വരുമ്പോൾ എന്താണ്? സ്ക്രീനിൽ രണ്ട് ഡയറക്ഷനിലും ഒരേ നീളമുള്ള ലൈനുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഹൊറിസോണ്ടൽ പോയിന്റുകളുടെയും വെർട്ടിക്കൽ പോയിന്റുകളുടെയും റേഷ്യോ ആണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ്? ഹൊറിസോണ്ടലിന്റെയും വെർട്ടിക്കലിന്റെയും റേഷ്യോ ആണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. സ്ക്രീനിൽ രണ്ട് ഡയറക്ഷനിലും ഒരേ നീളമുള്ള വരകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പിക്സലുകളുടെ അനുപാതം റേഷ്യോയാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ആസ്പെക്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ. അതിൽ നമുക്ക് പറയാം ഹൈറ്റ് ബൈ വിഡ്ത്ത് എന്ന് പറയാം. ഇത് ഓർത്ത് വെച്ച് ഹൈറ്റ് ബൈ വിഡ്ത്ത് ആണ് ആസ്പെക്ട് റേഷ്യോ പറയുന്നത്. ഹൈറ്റ് ബൈ വിഡ്ത്തിലാണ് പറയുന്നത് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് പിന്നീട് അത് ആവശ്യം വരും. ഡിസ്പ്ലേ സ്കാനിങ് മെക്കാനിസം ആണ് പറയുന്നത്. അതിൽ സ്കാൻ ലൈനും റീട്രേസിംഗും നോക്കാം. ഒരു റീഫ്രഷ് CRT മോണിറ്ററിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴേക്ക്, അത് ഓരോ റോ ബൈ റോ ആയിട്ടായിരിക്കും. 1 റോ അറ്റ് എ ടൈം ആയിരിക്കും. അത് മുകളിൽ നിന്ന് താഴേക്ക് ടോപ്പ് ടു ബോട്ടവും ആയിരിക്കും ഒരു റീഫ്രഷ് CRT മോണിറ്ററിലെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ സ്കാൻ ലൈൻ പറയുമ്പോൾ ഓരോ വരിയും ലെഫ്റ്റ് ടു റൈറ്റ് വരയ്ക്കുന്നതിനെയാണ് സ്കാൻ ലൈൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് വരയ്ക്കുന്ന ഇതിനെയാണ് സ്കാൻ ലൈൻ എന്ന് പറയുന്നത്. ദെൻ ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് വെച്ചാല് ഒരു റോ വരച്ചു കഴിഞ്ഞാൽ അടുത്ത റോ തുടങ്ങുന്നതിനായി ഇലക്ട്രോൺ ബീം എന്താണ് നമ്മുടെ വലത്തു നിന്ന് തിരികെ ഇടത്തേക്ക് വരാൻ എടുക്കുന്ന സമയത്തെയാണ് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിതാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ദെൻ നെക്സ്റ്റ് ലൈൻ ഇവിടുന്നല്ല തുടങ്ങുന്നത്. ആ തുടങ്ങുന്നതിന് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ എടുക്കുന്ന ഈ ഒരു ടൈം, അതിനെയാണ് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് വിളിക്കുന്നത്. അവിടെ അത് വന്നതിന് ശേഷമല്ലേ അടുത്ത ലൈൻ ഇങ്ങനെ വരയ്ക്കുള്ളൂ. ദെൻ വീണ്ടും അത് തിരിച്ച് ഇവിടെ വരണം, എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെയും വരയ്ക്കുന്നത്. അങ്ങനെ ഈ വരുന്ന ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് ബീം ഓഫ് ആയിരിക്കും, അതായത് ബ്ലാങ്ക്ഡ് ആയിരിക്കും. സാധാരണയായിട്ട് മൊത്തം സമയത്തിന്റെ 83% റോ വരയ്ക്കാനും ദെൻ 70% ബീം തിരികെ കൊണ്ടുവരാനുമാണ് ഉപയോഗിക്കുന്നത്. ബീമിനെ തിരിച്ചു കൊണ്ടുവരുവാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഹൊറിസോണ്ടൽ റീട്രേസ്. ദെൻ വെർട്ടിക്കൽ റീട്രേസ് പറയുമ്പോൾ സ്ക്രീനിന്റെ ഏറ്റവും താഴത്തെ വരി വരച്ചു കഴിഞ്ഞാൽ ബീം വീണ്ടും സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ഇടതുവശത്തേക്ക് തിരികെ പോകുന്നതിനെയാണ് വെർട്ടിക്കൽ റീട്രേസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? സോ നമ്മുടെ ഒരു സ്ക്രീനാണ് ഇത്. ഇതാണ് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് വെച്ചാൽ ദാ ഇവിടുന്ന് ഒരു വരി കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ബീമിനെ ഇവിടെ ലെഫ്റ്റിലേക്ക് ഇവിടെ ഇടത്തേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന സമയമാണ് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുന്നത്. ദെൻ വെർട്ടിക്കൽ റീട്രേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇത്രയാണ് നമ്മുടെ സ്ക്രീനെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഇവിടുന്ന് തിരിച്ച് ഇതിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം ആ ഒരു ബീമിനെ. അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ റീട്രേസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫ്രെയിം എന്താണ്? ഒരേ സമയം സ്ക്രീനിൽ കാണിക്കുന്ന സ്കാൻ ലൈനുകളുടെ കൂട്ടത്തെയാണ് ഒരു ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ പിക്ചർ വെച്ചാണെങ്കിൽ ദാ ഇങ്ങനെ ഈ വരച്ചേക്കുന്ന ഇതാണ് സ്കാൻ ലൈൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഡോട്ടഡ് ആയിട്ട് ഈ വരച്ചേക്കുന്ന ഇതാണ് ഹൊറിസോണ്ടൽ റീട്രേസ്. ദെൻ വെർട്ടിക്കൽ റീട്രേസ് ഇവിടെയാണ് നമ്മുടെ എൻഡിങ് എങ്കിൽ ഇവിടുന്ന് തിരിച്ച് നമ്മുടെ ഇവിടെ എത്തുന്നതിനെയാണ് വെർട്ടിക്കൽ റീട്രേസ് എന്ന് പറയുന്നത്. ദെൻ ഫ്രെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം സ്ക്രീനിൽ കാണിക്കുന്ന സ്കാൻ ലൈനുകളുടെ കൂട്ടത്തെയാണ് ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ പറയുന്ന വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു നോൺ ഇന്റർലൈസ്ഡ് റാസ്റ്റർ മോണിറ്ററിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1024 ഇൻറ്റു 768 ആണ് റെസൊല്യൂഷൻ. അപ്പൊ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡില് 30 ഫ്രെയിം ആണ്. 30 ഫ്രെയിം ആണ് റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 മൈക്രോ സെക്കൻഡ് ആണ്.
ദെൻ വെർട്ടിക്കൽ റീട്രേസ് 300 മൈക്രോ സെക്കൻഡ് ആണ്. എങ്കില് ഒരു ഫ്രെയിമിലെ ആകെ റീട്രേസ് ശതമാനത്തിന്റെ ഒരു ഫ്രെയിമിലെ ആകെ റീട്രേസ് സമയത്തിന്റെ ശതമാനം എത്രയാണ്? ആകെ ടോട്ടൽ റീട്രേസ് സമയത്തിന്റെ എത്ര ശതമാനമാണ്, എത്ര പെർസെന്റേജ് ആണെന്നാണ് കാണുന്നത്. നമ്മുടെ റീഫ്രഷ് റേറ്റ് എത്രയാണ്? റീഫ്രഷ് റേറ്റ് പറയുമ്പോൾ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഒരു ഫ്രെയിം റീഫ്രഷ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഒരു ഫ്രെയിം റീഫ്രഷ് ചെയ്യാൻ 1/30 സെക്കൻഡ് എടുക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 0, അപ്രോക്സിമേറ്റ്ലി 0.03333 അങ്ങനെ പോകും സെക്കൻഡ്. ദെൻ ആകെ ഹൊറിസോണ്ടൽ റീട്രേസ്, ടോട്ടൽ ഹൊറിസോണ്ടൽ റീട്രേസ് ആണെങ്കിൽ എത്ര വരും? ഇവിടെ എത്ര എത്ര വരികളുണ്ട്, അതായത് എത്ര കോളങ്ങളുണ്ട്? 768 കോളംസ് ഉണ്ട്. അപ്പൊ ഓരോ കോളത്തിനും 3 മൈക്രോ സെക്കൻഡ് വീതം വേണം. അപ്പൊ ടോട്ടൽ ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 3 into 768 microseconds, which is equal to 0.00230 സെക്കൻഡ് ആണ്. ദെൻ വെർട്ടിക്കൽ റീട്രേസ് ആണെങ്കിൽ എത്രയാ? 300 ആണെന്ന് തന്നിട്ടുണ്ട്. 300 മൈക്രോ സെക്കൻഡ് ആണ്. അത് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 0.0003 സെക്കൻഡ് ആണ്. ദെൻ ഒരു ഫ്രെയിമിലെ ആകെ റീട്രേസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് നമ്മൾ ആഡ് ചെയ്യുക. 0.00230 പ്ലസ് 0.0003 വിച്ച് ഇസ് ഈക്വൽ ടു 0.00260 സെക്കൻഡ്. ദെൻ ഇതിന്റെ ഫ്രാക്ഷൻ ആണ് കാണുന്നത്. റീട്രേസ് സമയത്തിന്റെ ഫ്രാക്ഷൻ എത്രയാണെന്ന് നോക്കുക. റീട്രേസ് സമയത്തിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുക. 0.00260 divided by 0.03333 which is equal to 0.07812 സെക്കൻഡ്. എന്ന് വെച്ചാൽ എത്രയാണ്? 78% ആണ് അതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ഇന്റർലേസിംഗ് ആൻഡ് ഫ്രെയിം ബഫർ. എന്താണ്? CRT അടിസ്ഥാനത്തിലുള്ള മോണിറ്ററുകളിൽ ഗ്രാഫിക്സ് പ്രദർശിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇപ്പൊ TV സെറ്റുകളും പ്രിന്ററുകളും ഒക്കെ ഈ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തില് ഇലക്ട്രോൺ ബീം സ്ക്രീനിൽ ഓരോ സ്കാൻ ലൈനിലൂടെയും ഇടത്തുനിന്ന് വലത്തോട്ട് നീങ്ങും. ഇപ്പൊ ഒരു സ്കാൻ ലൈൻ പൂർത്തിയായാൽ അത് മുകളിൽ നിന്ന് താഴേക്ക് എന്ന ക്രമത്തിൽ അടുത്ത സ്കാനിലേക്ക് പോകും. നമ്മൾ മുമ്പേ കണ്ട റീട്രേസ് കാര്യം. ദെൻ ഇന്റർലൈസിംഗ് എന്ന് വെച്ചാല് ചില റാസ്റ്റർ സിസ്റ്റങ്ങളിൽ ഓരോ ഫ്രെയിമും 2 പാസുകളായിട്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. 2 passes ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഓഡ് നമ്പേർഡ് സ്കാൻ ലൈനുകൾ ഒരു പാസിലും ഈവൻ നമ്പേർഡ് സ്കാൻ ലൈനുകൾ മറ്റൊരു പാസിലുമാണ് കാണിക്കുന്നത്. ഇത്തരം സിസ്റ്റങ്ങളെ ഇന്റർലൈഡ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണമാണ് നമ്മുടെ TV സെറ്റ്. എന്നാൽ ഒരു ഫ്രെയിം ഒറ്റയടിക്ക് പ്രദർശിപ്പിക്കുന്നതിനെ നോൺ ഇന്റർലൈഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ദെൻ ഫ്രെയിം ബഫർ ഓരോ സ്ക്രീൻ പോയിന്റിലേക്കും, അതായത് ഓരോ സ്ക്രീൻ പോയിന്റിലേന്ന് വെച്ചാൽ പിക്സലിലേക്കും അതിന്റെ ഇന്റൻസിറ്റിയുടെ വാല്യൂ സൂക്ഷിക്കുന്ന മെമ്മറിയെയാണ് റീഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫർ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് റീഫ്രഷ് ബഫർ. ഒരു മെമ്മറി ഏരിയ ദാറ്റ് ഹോൾഡ് ദ ഇമേജ് ഡെഫിനിഷൻ ആണ്. അതായത് ഓരോ സ്ക്രീൻ പോയിന്റിലെയും അതിന്റെ ഇന്റൻസിറ്റിയുടെ വാല്യൂ സൂക്ഷിക്കുന്ന മെമ്മറിയെയാണ് ഫ്രെയിം ബഫർ എന്ന് വിളിക്കുന്നത്. അപ്പൊ സിസ്റ്റത്തിന്റെ ശേഷി അനുസരിച്ചാണ് അതിന്റെ ഇന്റൻസിറ്റിയുടെ വാല്യൂ മാറുന്നത്. ഉദാഹരണത്തിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിന് ഓരോ പിക്സൽ സ്ഥാനത്തിനും ഒരേ ഒരു ബിറ്റ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ 0 or 1 മതി ആവശ്യമുള്ളൂ. അപ്പൊ ഇതില് 0 എന്നത് എന്താണ്? 0 എന്നത് ഓഫും 1 എന്നത് ഓണും ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ബിറ്റ് മാപ്പും പിക്സ് മാപ്പും പറഞ്ഞ ബിറ്റ് മാപ്പ് എന്ന് വെച്ചാൽ 1 bit per pixel ആണ് ബിറ്റ് മാപ്പ്. പിക്സ് മാപ്പ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ പിക്സൽ ആണ് പിക്സ് മാപ്പ് എന്ന് പറയുന്നത്. ദെൻ റാൻഡം സ്കാൻ ഡിസ്പ്ലേ ആണ്. ആസ് ഓൾസോ നോൺ ആസ് വെക്ടർ ഡിസ്പ്ലേ ഓർ സ്ട്രോക്ക് റൈറ്റിംഗ്. ഈ പേരൊക്കെ ഓർത്ത് വെച്ചേക്കണം. ദെൻ CRT അടിസ്ഥാനത്തിലുള്ള മോണിറ്ററുകൾക്കായി ഉപയോഗിക്കുന്ന മറ്റൊരു ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ. ഇതിനെ വെക്ടർ ഡിസ്പ്ലേ എന്നും
വിളിക്കുന്നുണ്ട്. ദെൻ സ്ട്രോക്ക് റൈറ്റിംഗ് എന്നും വിളിക്കും. ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഈ സാങ്കേതിക വിദ്യയിൽ നമ്മൾ ചിത്രം വരയ്ക്കേണ്ട സ്ക്രീൻ പൊസിഷനുകളിലേക്ക് മാത്രമാണ് ഇലക്ട്രോൺ ബീം നേരിട്ട് ചെല്ലുന്നത്. അപ്പൊ ഇത് റാസ്റ്റർ സ്കാൻ സാങ്കേതിക വിദ്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് ഒരേ സമയം ഓരോ വര വീതമാണ് വരയ്ക്കുന്നത്. ഇതിന്റെ യൂസ് പറയുവാണെങ്കിൽ ലൈൻസ് മാത്രം വരയ്ക്കുന്ന ആപ്ലിക്കേഷനുകൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമാണ്. എന്നാൽ റിയലിസ്റ്റിക് ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പ്രദർശിപ്പിക്കാൻ ഇത് ഉപകാരപ്രദമല്ല. then അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണെങ്കിൽ ചിത്രത്തിന്റെ വിവരങ്ങളെ പിക്സലുകളുടെ ഇന്റൻസിറ്റിക്ക് പകരം ലൈൻ വരയ്ക്കാനുള്ള ഇൻസ്ട്രക്ഷന്റെ ഒരു കൂട്ടമായാണ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ ബീം നേരിട്ട് ലൈൻ പാത പിന്തുടരുന്നതിനാല് ഈ സിസ്റ്റത്തിലെ ചിത്രത്തിന്റെ റെസൊല്യൂഷൻ വളരെ ഉയർന്നതായിരിക്കും. അപ്പൊ നേരെ മറിച്ച് രാസ്റ്റർ സ്കാൻ സിസ്റ്റം ആയിരുന്നെങ്കിൽ അതിന്റെ വ്യത്യസ്ത പോയിന്റുകളിൽ വരച്ച ജാഗ്ഡ് വരകളായാണ് ഉണ്ടാകാറുള്ളത്. ഇതിന്റെ ഹൈ റെസൊല്യൂഷൻ ആണ് ക്യാരക്ടറിസ്റ്റിക് പറയാൻ ഹൈ റെസൊല്യൂഷൻ ആണ് പ്രൊഡ്യൂസേഴ്സ് സ്മൂത്ത് ലൈൻസ് so no jagged or step effect seen in raster. Then refresh rate എന്ന് പറയുന്നത് depends on the number of lines to be displayed ആയിട്ടാണ് അതിന്റെ refresh rate നെ ആശ്രയിച്ചിരിക്കുന്നത്. then used in high quality CAD systems-ലാണ് യൂസ് ചെയ്യുന്നത്. then refresh cycle ആണ് refresh rate is typically 30 to 60 times per second. അപ്പോൾ ഒരു സെക്കൻഡിൽ 30 to 60 times ആണ്. if the image has too many lines the refresh cycle delays causing flickers ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. then raster scan versus random scan comparison ആണ്. അതിന്റെ ഇലക്ട്രോൺ ബീം എന്താണ് raster scanൽ scans entire screen row by row ആണ്. then random scanൽ directed only to parts where picture is drawn. എന്താണ് പിക്ചർ വരയ്ക്കേണ്ട അവിടേക്ക് മാത്രമേ അത് ഡ്രോ ചെയ്യുന്നുള്ളൂ. then resolution ആണെങ്കിൽ limited by pixel size, jagged on diagonal lines on raster scan. then random scan ആണെങ്കിൽ high resolution ആണ്, smooth lines ആണ്. then picture definition in raster scan stored as a set of intensity values in frame buffer. then random scan ആണെങ്കിൽ എന്താണ് കമാൻഡ്സ് ആയിട്ട് ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആയിട്ട് സെറ്റ് ഓഫ് ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആയിട്ടാണ് റാൻഡം സ്കാനിൽ സ്റ്റോർ ചെയ്യുന്നത്. ക്യാപ്പബിലിറ്റീസ് നോക്കുവാണെങ്കിൽ റാസ്റ്റർ സ്കാനിൽ ഗുഡ് ഫോർ റിയലിസ്റ്റിക് ഷെയ്ഡഡ് ഇമേജസ്. ദെൻ റാൻഡം സ്കാനിൽ ലൈൻ ഡ്രോയിങ്സിനാണ് അത് പ്രാധാന്യമുള്ളത്. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് റാസ്റ്റർ സ്കാൻ ജനറലി ലോ കോസ്റ്റ് ആണ്, റാൻഡം സ്കാൻ ഹൈ കോസ്റ്റ് ആണ്. ദെൻ കളർ CRT മോണിറ്റർ ആണെങ്കിൽ കളർ CRT മോണിറ്ററുകൾ വ്യത്യസ്ത പ്രകാശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫോസ്ഫറുകളുടെ ഒരു കൂട്ടത്തെ ഉപയോഗിച്ചാണ് കളർ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ കളർ ഡിസ്പ്ലേകൾ നിർമ്മിക്കുന്നതിനുള്ള രണ്ട് പ്രധാന രീതികളാണ് ബീം പെനട്രേഷൻ രീതിയും പിന്നെ ഷാഡോ മാസ്ക് രീതിയും. ബീം പെനട്രേഷൻ മെത്തേഡ് ആണെങ്കിൽ അതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സ്ക്രീനിന്റെ ഉൾവശത്ത് സാധാരണയായിട്ട് റെഡും ഗ്രീനും ഉള്ള രണ്ട് ലെയറുകളായുള്ള ഫോസ്ഫർ കോട്ടിംഗ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. റെഡും ഗ്രീനും കളേഴ്സ് ഓർത്തിരിക്കുക, റെഡും ഗ്രീനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ക്രീനിൽ എത്തുന്ന കളറ് ഇലക്ട്രോൺ ബീം ഫോസ്ഫർ ലെയറുകളിലേക്ക് എത്രത്തോളം തുളച്ചു കയറുന്നു എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇതില് നിറങ്ങൾ ഉണ്ടാകുന്ന വിധം എങ്ങനെയാണ്? വളരെ വേഗത കുറഞ്ഞ അതായത് സ്ലോ ബീം പുറത്തെ ചുവന്ന ലെയറിനെ മാത്രമേ ഉത്തേജിപ്പിക്കുള്ളൂ. അതിനാൽ ഇത് ചുവപ്പ് നിറം മാത്രം ഉണ്ടാക്കുന്നു. അപ്പൊ വളരെ വേഗതയേറിയ ബീം രണ്ട് ലെയറുകളിലേക്കും തുളച്ചു കയറി പച്ച നിറം ഉണ്ടാകും. അപ്പൊ ഇടത്തരം വേഗതയുള്ള ബീമുകളാണെങ്കിൽ ഇടത്തരം സ്ഥാനങ്ങളിൽ തുളച്ചു കയറി ഓറഞ്ചും മഞ്ഞയും നിറങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു പരിമിതിയായിട്ട് പറഞ്ഞാൽ ഈ ഒരു രീതി ഉപയോഗിച്ച ചിത്രങ്ങൾ 4 നിറങ്ങൾ മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് ഇതിന്റെ പരിമിതിയാണ്. അതാണ് ഇവിടെ കളർ ജനറേഷനിൽ പറഞ്ഞേക്കുന്നത്. സ്ലോ ഇലക്ട്രോൺ ആണെങ്കിൽ എക്സൈറ്റ്സ് ഓൺലി ദ outer red layer. then fast electrons ആണെങ്കിൽ penetrates through to the inner green layer. then intermediate speed ആണെങ്കിൽ produces orange or yellow. then next shadow mask method ആണ്. ഷാഡോ മാസ്കില് ഓരോ പിക്സൽ സ്ഥാനത്തും റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ 3 ഫോസ്ഫർ കളർ ഡോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റം ഉള്ള ഒരു CRTയില് 3 ഇലക്ട്രോൺ ഗണ്ണുകൾ ഉണ്ട്. അപ്പൊ ഓരോ കളർ ഡോട്ടിനും ഓരോന്ന് വീതമായിട്ടാണ് ഉള്ളത്. കൂടാതെ സ്ക്രീനിന് പിന്നിൽ ഒരു ഷാഡോ മാസ്ക് ഗ്രിഡും ഉണ്ടായിരിക്കും. ഒരു ഷാഡോ മാസ്ക് CRTയുടെ പ്രവർത്തനമാണ് ഈ കാണിച്ചേക്കുന്നത്. ഷാഡോ മാസ്ക് ഗ്രിഡില് ഫോസ്ഫർ ഡോട്ട് പാറ്റേണുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു ഹോൾസ് ഉണ്ട്. അതാണ് ഹോൾസ് കണ്ടോ? അതില് ഹോൾസ് ഉണ്ട്. അപ്പം ഈ 3 ബീമുകള് ഷാഡോ മാസ്കിലെ ഒരു ഹോളിലൂടെ കടന്നു പോകുമ്പോൾ അവ ഒരു
ഫോസ്ഫർ ഡോട്ട് ട്രയാങ്കിൾ ആയിട്ട് മാറും. ഇതാണ് ഫോസ്ഫർ ഡോട്ട് ട്രയാങ്കിൾ ആയിട്ട് രൂപപ്പെടും. മനുഷ്യന്റെ കണ്ണിന് ഈ 3 ഡോട്ടുകളെയും വെവ്വേറെ തിരിച്ചറിയാൻ കഴിയാത്തതിനാല് സ്ക്രീനിൽ അതൊരു ഒറ്റ ഡോട്ടായിട്ട്, ഒരു സിംഗിൾ ഡോട്ടായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ നോക്കുമ്പോൾ അതൊരു സിംഗിൾ ഡോട്ടാണ്. പക്ഷെ അത് വരുന്നത് ഏതാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നിവ കൂടി ചേർന്നിട്ട് ഒരു ട്രയാങ്കിൾ പോലെയാണ് വരുന്നത്. അതാണ് അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഷാഡോ മാസ്ക് ഗ്രിഡില് ഫോസ്ഫർ ഡോട്ട് പാറ്റേണുകളായിട്ട് സംയോജിച്ചിരിക്കുന്ന ഒരു ഹോൾസ് ഉണ്ട്. അത് ഓരോ നേരം ഹോൾസുകളുണ്ട്. അപ്പം 3 ബീമുകളും ഷാഡോ മാസ്കിലെ ആ ഒരു ഹോളിലൂടെ കടന്നു പോകുമ്പോൾ അവ ഒരു ഡോട്ട് ട്രയാങ്കിൾ ആയിട്ട് സജീവമാകും. മനുഷ്യന്റെ കണ്ണിന് ഈ 3 ഡോട്ടുകളെയും വെവ്വേറെ തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ സ്ക്രീനിൽ ഒറ്റ ഡോട്ടായിട്ട് കാണപ്പെടും. സിംഗിൾ ഡോട്ടായിട്ടായിരിക്കും കാണുന്നത്. അതാണ് അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ ഷാഡോ മാസ്ക് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഗ്രിഡ് വിത്ത് ഹോൾസ് ജസ്റ്റ് ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ്. അതായത് സ്ക്രീനിന് തൊട്ട് പുറകിലായിട്ട് ഹോൾസ് ഉള്ള ഒരു മെറ്റൽ ഗ്രിഡ് ആണ് ഷാഡോ മാസ്ക് എന്ന് പറയുന്നത്. ദെൻ ഫോസ്ഫർ ട്രയാഡ്സ് ആണെങ്കിൽ എന്താണ്? ദ സ്ക്രീൻ കോട്ടഡ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് 3 ഡോട്ട്സ്. 3 ഡോട്ട്സുകൾ അടങ്ങിയ സ്ക്രീൻസിനാണ് ഫോസ്ഫർ ട്രയാഡ് എന്ന് പറയുന്നത്. ട്രൈ എന്ന് വെച്ചാൽ 3 അല്ലേ, ട്രയാഡ്. Then അതിന്റെ ടെക്നിക്കൽ കാൽക്കുലേഷൻസ് ആണ് ഡിറ്റർമൈനിങ് മെമ്മറി റിക്വയർമെന്റ്സ്. ഫോർമുല ഫോർ ഫ്രെയിം ബഫർ സൈസിനുള്ള ഫോർമുലയാണ് കൊടുത്തേക്കുന്നത്. സൈസ് ഇൻ ബൈറ്റ്സ് ഈസ് ഈക്വൽ m into n into b by 8. m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിഡ്ത്ത് ഇൻറ്റു n എന്ന് വെച്ചാൽ ഹൈറ്റ്, വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ദെൻ b എന്ന് വെച്ചാൽ ബിറ്റ് ഡെപ്ത് ആണ് b എന്ന് വെച്ചാല്. ദെൻ 8 എന്തിനായിരിക്കും? ഇത് ബൈറ്റിലായതുകൊണ്ട് ഇത് ബിറ്റ്സിനെ ബൈറ്റിലേക്കാണ് മാറ്റേണ്ടത്. ബിറ്റിനെ ബൈറ്റിലേക്ക് മാറ്റാനുള്ള ആണ് by 8 വെച്ചേക്കുന്നത്. സോ സൈസ് ഈസ് ഈക്വൽ ടു m into n into b by 8 ആണ്. ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. 640 into 480 റെസൊല്യൂഷൻ വിത്ത് 8 bits per pixels. അതായത് 256 കളേഴ്സ് ഉണ്ട്. 640 into 450 ആണ് അതിന്റെ റെസൊല്യൂഷൻ. 8 bit per pixel ആണ്. അപ്പൊ ബഫർ സൈസ് എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ റെസൊല്യൂഷൻ 640 into 450 എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ ഇൻറ്റു അതിന്റെ ബിറ്റ്സ് പെർ പിക്സൽ 8 ബൈ ബിറ്റിലേക്ക് മാറണം ബൈ 8. സോ 300 KB എന്ന് കിട്ടും. ടെക്നിക്കൽ കാൽക്കുലേഷൻ റീട്രേസ് ടൈം കണ്ടുപിടിക്കുന്നതിനുള്ള ടെക്നിക്കൽ കാൽക്കുലേഷൻ ആണ്. ഫോർമുല എന്താണ്? ടൈം ഫോർ 1 ലൈൻ എന്ന് വെച്ചാൽ 1 സ്കാൻ റേറ്റ് ആണ്. ദെൻ ഹൊറിസോണ്ടൽ റീട്രേസ് ആണെങ്കിൽ TR=TX ആണ്. സോ എക്സാമ്പിൾ നോക്കാം. മോണിറ്റർ സ്കാൻ റേറ്റ് എന്ന് പറഞ്ഞാല് 15750 ആണ്. ദെൻ ഹൊറിസോണ്ടൽ റീട്രേസ് 18% ഹൊറിസോണ്ടൽ റീട്രേസ് ഓഫ് സ്കാൻ ലൈൻ ടൈം ആണ്. സോ സ്റ്റെപ്പ് 1 ടൈം പെർ ലൈൻ കണ്ടുപിടിക്കണം. ടൈം പെർ ലൈൻ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് T=1 സ്കാൻ റേറ്റ് അല്ലേ. അപ്പൊ 1 സ്കാൻ റേറ്റ് വെക്കുക. 1 സ്കാൻ റേറ്റ് കണ്ടുപിടിക്കുക. 1 സ്കാൻ റേറ്റ് കാണുമ്പോൾ അതാ 63.5 മൈക്രോ സെക്കൻഡ് കിട്ടും. ദെൻ റീട്രേസ് ടൈം കണ്ടുപിടിക്കാൻ റീട്രേസ് ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? TR=TX ആണ്. സോ TR=into 0.18 എന്ന് പറഞ്ഞാൽ 80% ആണ്. അതുകൊണ്ട് 0.18 = 11.4 മൈക്രോ സെക്കൻഡ് എന്ന് കിട്ടും. Then compute the following size of 420 into 300 image at 240 pixels per inch. എന്താണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ വിഡ്ത്ത് എത്രയാ? ഇതിന്റെ വിഡ്ത്ത്. സോ നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടതിന്റെ വിഡ്ത്ത് എത്രയാന്ന് നോക്കണം. നമുക്ക് എന്തൊക്കെയായിരുന്നു തന്നിരുന്നത്? സൈസ് എന്ന് പറയുന്നത് 420 into 300 ഇമേജ് ദെൻ 240 പിക്സൽ പെർ ഇഞ്ച്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ വിഡ്ത്ത് കാണണം. വിഡ്ത്ത് കാണുമ്പോൾ 420 by 240 = 1.75 ഇഞ്ച് എന്ന് കിട്ടും. ദെൻ അതിന്റെ ഹൈറ്റ് നെക്സ്റ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്? ഹൈറ്റ് എത്രയാണ്? 300 divided by 240 ആണ് പിക്സൽ പെർ ഇഞ്ച്. 240 = 1.25 ഇഞ്ച് കിട്ടും. സോ അതിന്റെ ആൻസർ എങ്ങനെ കാണും? 1.75 into 1.25 inches ആണ്. Then next, resolution of 3:2 inch image that has 768 into 512 pixels തന്നിട്ടുണ്ട്. ടോട്ടൽ പിക്സൽസ്
ടോട്ടൽ പിക്സൽസ് തന്നിട്ടുണ്ട്. ദെൻ resolution of 3:2 inch image that has 768 into 512 pixels എന്നല്ലേ. അപ്പൊ ആകെ ടോട്ടൽ പിക്സൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തന്നിട്ടുണ്ട്? 768 into 512 എന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 393,216 പിക്സൽസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ദെൻ അതിന്റെ ആകെ എന്ന് പറയുന്നത് എന്താണ്? റെസൊല്യൂഷൻ പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറയുന്നത് 3:2 ആണ് തന്നിട്ടുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ ഇഞ്ചസ്. ദെൻ റെസൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും? റെസൊല്യൂഷൻ per square inch is equal to 393,216 divided by 6 is equal to 65536 pixels per square inch ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 65536 pixels per inch, which is equal to 256 pixel per inch ആണ്. Then next, height of the resized image 1024 into 768:1, that is 640 pixels wide with the same aspect ratio ആണ്. So height of the resized image ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് തന്നേക്കുന്ന റീസൈസ്ഡ് ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഓഫ് റീസൈസ്ഡ് ഇമേജ് എന്ന് പറയുന്ന റീസൈസ്ഡ് ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്? 1024 into 768 ആണ്. ദെൻ വേറെ 640 പിക്സൽസ് വൈഡ് എന്ന് തന്നിട്ടുണ്ട് വിത്ത് സെയിം ആസ്പെക്ട് റേഷ്യോ. സോ നമുക്ക് ആദ്യമേ ആസ്പെക്ട് റേഷ്യോ കണ്ടുപിടിക്കണം. ആസ്പെക്ട് റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മുടെ 768 ഡിവൈഡ് ബൈ 1024 അല്ലേ? ആസ്പെക്ട് റേഷ്യോ എന്തായിരുന്നു? ഹൊറിസോണ്ടൽ ഈസ്റ്റ് വെർട്ടിക്കലിന്റെ ആണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. സോ 0.75 ആണ്. അത് വിഡ്ത് ബൈ ഹൈറ്റ് ആണോ ഹൈറ്റ് ബൈ വിഡ്ത് ആണോ? ചെക്ക് ചെയ്തേക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന്. അപ്പം ഇനി പുതിയ ഇപ്പൊ കിട്ടിയത് 0.75 ആണ്. ദെൻ ഇതെന്താണ് ഈ 640 പിക്സൽസ് വൈഡ് എന്ന് പറഞ്ഞേക്കുന്നത്? അതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വിഡ്ത് ആണ് 640 എന്ന് തന്നേക്കുന്നത്. അപ്പം നമുക്ക് പുതിയ ഹൈറ്റ് കാണണം. പുതിയ വിഡ്ത് ആണ് തന്നേക്കുന്നത്. അപ്പൊ പുതിയ ഹൈറ്റ് കാണണം. പുതിയ ഹൈറ്റ് കാണാനായിട്ട് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 640 into 0.75 which is equal to 480 പിക്സൽസ് എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 480 പിക്സൽ. നമുക്ക് എല്ലാം സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാട്ടോ. 768 by 1024 into ഈക്വൽ ടു h ബൈ ഹൈറ്റ് അറിയത്തില്ല, പുതിയ കൊടുത്തിട്ട് നമ്മളെന്താ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി h കണ്ടുപിടിക്കാന്. അങ്ങനെ നമുക്ക് ചെയ്യാം. Then last എന്താണ്? width of an image have a height of 6 inches and an aspect ratio 1.5. എന്തൊക്കെയാണ് ആസ്പെക്ട് റേഷ്യോ? 1.5 ആണ്. എന്താണ് ആസ്പെക്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ആസ്പെക്ട് റേഷ്യോ 1.5 ആണ്. ദെൻ width of an image have a height of 6 inch അല്ലെ? ഹൈറ്റ് 6 inch എന്ന് തന്നിട്ടുണ്ട്. ആസ്പെക്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ദെൻ സോ നമ്മുടെ ആസ്പെക്ട് റേഷ്യോയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ ആസ്പെക്ട് റേഷ്യോ ഈക്വൽ ടു ഹൈറ്റ് ബൈ വെയിറ്റ് അല്ലെ? ഹൈറ്റ് ബൈ വെയിറ്റ് അല്ല, സോറി, വിഡ്ത്. ഹൈറ്റ് ബൈ വിഡ്ത്. സോ എങ്ങനെയാണ്? ആസ്പെക്ട് റേഷ്യോ 1.5 ആണ്, ഹൈറ്റ് 6 ആണ്, വിഡ്ത് അറിയത്തില്ല. അപ്പൊ വിഡ്ത് എങ്ങനെ? വിഡ്ത് എന്ത് കിട്ടും? വിഡ്ത് ഈസ് ഈക്വൽ ടു 6 by 0.5 which is equal to 4 inches എന്ന് കിട്ടും. 4 inches ആണ് അതിന്റെ ആൻസർ. Consider two raster system with the resolution of 640 by 480 and 1280 by 1024. What size frame buffer is needed for each of these systems to show 12 bits per pixels? എന്താണ് ആദ്യത്തെ സിസ്റ്റത്തില്? Consider two raster system with resolution of 640 by 480 and 1280 by 1024. What is the size frame? എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ആദ്യത്തെ സിസ്റ്റം എന്ന് വെച്ചാല് 640 into 480 ഉണ്ട്. അതായത് 480 പിക്സൽസ് ഉണ്ട്. അപ്പൊ എത്രയുണ്ട്? 307200 പിക്സൽസ് ആണ് ടോട്ടൽ ഉള്ളത്. സോ
which is equal to 307200 into 12, which is equal to 3686400 bits എന്ന് കിട്ടും. ഇത് measures 12 bits per pixel എന്ന് പറഞ്ഞേക്കുന്നുണ്ട് into 12 ചെയ്തത്. Then which is equal to ബിറ്റ്സിലാണ്, ബൈറ്റ്സിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. അപ്പൊ ബൈറ്റ്സിലേക്ക് ആക്കുമ്പോൾ 640800 ബൈറ്റ്സ് എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് സിസ്റ്റത്തിന്റെയാണ് ഇത്. ദെൻ സെക്കൻഡ് സിസ്റ്റത്തിന്റെ വരുമ്പം സെക്കൻഡ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1280 into 1224 സെക്കൻഡ് സിസ്റ്റം. അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, എത്ര പിക്സൽസ് ഉണ്ട്? 1310720 പിക്സൽസ് ആണ് ഉള്ളത്. സോ അത് ഇൻറ്റു 12 വിച്ച് ഇസ് ഈക്വൽ ടു 15728646 ബിറ്റ്സ്. നമുക്കത് ബൈറ്റിലേക്ക് മാറ്റണം. ഡിവൈഡഡ് ബൈ 8 വിച്ച് ഇസ് ഈക്വൽ ടു 1966080 ബൈറ്റ്സ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? 640 into 480 സിസ്റ്റത്തിന് 460800 ബൈറ്റ്സ് വേണം. ദെൻ 1280 into 1024ന് 1966080 ബൈറ്റ്സ് വേണം. The last question is, suppose we have a video monitor with a display area that measures 12 inches across and 9.6 inches high. If the resolution is 1280 by 1024, what is the diameter of each pixel in centimeter? അപ്പം ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇഞ്ച് എന്ന് വെച്ചാല് 1 ഇഞ്ച് വിച്ച് ഇസ് ഈക്വൽ ടു 2.54 സെന്റിമീറ്റർ ആണ് 1 ഇഞ്ച് എന്ന് വെച്ചാല്. ദെൻ വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 12 into 2.54 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 30.48 സെന്റിമീറ്റർ. ഇവിടെ 12 ഇഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ദെൻ ഹൈറ്റ് ആണെങ്കിൽ 9.6 ആണ് പറഞ്ഞിട്ടുണ്ട്. 9.6 into 2.54 is equal to 24.384 സെന്റിമീറ്റർ. ദെൻ ഹൊറിസോണ്ടൽ ഡോട്ട് പിച്ച്, അതായത് ഒരു പിക്സലിന്റെ വീതി എന്ന് പറയുന്നത്, അതായത് ഹൊറിസോണ്ടൽ ഡോട്ട് പിച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 30.48 divided by 1280, which is approximately equal to 0.0238 centimeter. Then vertical dot pitch ആണെങ്കിൽ 24.384 divided by 1024, which is equal to which is approximately equal to 0.0238 centimeter. So ഏകദേശം എത്ര വരണം? ഏകദേശം 0.0238 സെന്റിമീറ്റർ വേണം. ഈ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് പിക്സൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് കൂടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.